ഒന്ന് രാജാക്കന്മാർ 14. അക്കാലത്ത് യൊരോബെയാമിന്റെ മകനായ അബിയാവ് ദീനം പിടിച്ച് കിടപ്പിലായി. യൊരോബെയാം തന്റെ ഭാര്യയോട്, നീ യൊരോബെയാമിന്റെ ഭാര്യ എന്ന് ആരും അറിയാത്തവണ്ണം വേഷം മാറി ശീലോവിലേക്ക് പോകണം. ഈ ജനത്തിന് ഞാൻ രാജാവാകുമെന്ന് എന്നോട് പറഞ്ഞ അഹിയാ പ്രവാചകൻ അവിടെ ഉണ്ടല്ലോ. നിന്റെ കയ്യിൽ 10 അപ്പവും കുറെ അടകളും ഒരു തുരുത്തി തേനും എടുത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. കുട്ടിയുടെ കാര്യം എന്താകുമെന്ന് അവൻ നിന്നെ അറിയിക്കുമെന്ന് പറഞ്ഞു. യൊരോബെയാമിന്റെ ഭാര്യ അങ്ങനെ തന്നെ ചെയ്തു. അവൾ പുറപ്പെട്ടു ഷീലോവിൽ അഹിയാവിന്റെ വീട്ടിൽ ചെന്നു. എന്നാൽ അഹിയാവിന് വാർദ്ധക്യം നിമിത്തം കണ്ണു മങ്ങിയിരുന്നത് കൊണ്ട് കാൺമാൻ വഹിയാതെയിരുന്നു. എന്നാൽ യഹോവ അഹിയാവോട്, യൊരോബെയാമിന്റെ ഭാര്യ തന്റെ മകനെക്കുറിച്ച് നിന്നോട് ചോദിപ്പാൻ വരുന്നു. അവൻ ദീനമായി കിടക്കുന്നു. നീ അവളോട് ഇന്നിന്ന പ്രകാരം സംസാരിക്കണം. അവൾ അകത്ത് വരുമ്പോൾ അന്യസ്ത്രീയുടെ ഭാവം നടിക്കുമെന്ന് അരുളി ചെയ്തു. അവൾ വാതിൽ കടക്കുമ്പോൾ അവളുടെ കാലൊച്ച അഹിയാവ് കേട്ടിട്ട് പറഞ്ഞതെന്തെന്നാൽ, യൊരോബെയാമിന്റെ ഭാര്യയെ, അകത്ത് വരിക. നീ ഒരു അന്യസ്ത്രീ എന്ന് നടിക്കുന്നതെന്തിന്? കഠിന വർത്തമാനം നിന്നെ അറിയിപ്പാൻ എനിക്ക് നിയോഗമുണ്ട്. നീ ചെന്ന് യൊരോബെയാമിനോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ ജനത്തിന്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിനെ പ്രഭുവാക്കി രാജ്യത്തും ദാവീദ് ഗൃഹത്തിൽ നിന്ന് കീറിയെടുത്ത് നിനക്ക് തന്നു. എങ്കിലും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും എനിക്ക് പ്രസാദമുള്ളത് മാത്രം ചെയ്യുവാൻ പൂർണ്ണ മനസ്സോടു കൂടെ എന്നെ അനുസരിക്കുകയും ചെയ്ത എൻ്റെ ദാസനായ ദാവീദിനെ പോലെ നീ ഇരിക്കാതെ നിനക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ദോഷം ചെയ്തു. എന്നെ കോപിപ്പിക്കേണ്ടതിന് ചെന്ന് നിനക്ക് അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് ഇതാ, ഞാൻ യൊരോബെയാമിന്റെ ഗൃഹത്തിന് അനർത്ഥം വരുത്തി. യൊരോബെയാമിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയെ ഒക്കെയും ഇസ്രായേലിൽ നിന്ന് ഛേദിക്കുകയും കാഷ്ടം കോരിക്കളയുന്നത് പോലെ യൊരോബെയാമിന്റെ ഗൃഹം തീരെ മുടിഞ്ഞു പോകും വരെ അതിനെ കോരിക്കളയുകയും ചെയ്യും. യൊരോബെയാമിന്റെ സന്തതിയിൽ പട്ടണത്തിൽ നിന്ന് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. യഹോവ അത് അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ നീ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോക. നിന്റെ കാൽ പട്ടണത്തിനകത്ത് ചവിട്ടുമ്പോൾ കുട്ടി മരിച്ചു പോകും. ഇസ്രായേലൊക്കെയും അവനെക്കുറിച്ച് വിലപിച്ച് അവനെ അടക്കം ചെയ്യും. യൊരോബെയാമിന്റെ ഗൃഹത്തിൽ വെച്ച് അവനിൽ മാത്രം ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമുള്ള കാര്യം അല്പം കാണുകയാൽ യൊരോബെയാമിന്റെ സന്തതിയിൽ അവനെ മാത്രം കല്ലറയിൽ അടക്കം ചെയ്യും. യഹോവ തനിക്ക് ഇസ്രായേലിൽ ഒരു രാജാവിനെ എഴുന്നേൽപ്പിക്കും. അവനന്ന് യൊരോബെയാമിന്റെ ഗൃഹത്തെ ഛേദിച്ചു കളയും. എന്നാൽ ഇപ്പോൾ തന്നെ എന്ത്? ഇസ്രായേൽ അശേര പ്രതിഷ്ഠകളെ ഉണ്ടാക്കി യഹോവയെ കോപിപ്പിച്ചതുകൊണ്ട് ഓടവെള്ളത്തിൽ ആടുന്നത് പോലെ അവർ ആടത്തക്കവണ്ണം യഹോവ അവരെ ആടിച്ച് അവരുടെ പിതാക്കന്മാർക്ക് താൻ കൊടുത്ത ഈ നല്ല ദേശത്ത് നിന്ന് ഇസ്രായേലിനെ പറിച്ചെടുത്ത് നദിക്കക്കരെ ചിതറിച്ചു കളയും. പാപം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യുകയും ചെയ്ത യൊരോബെയാമിന്റെ പാപം നിമിത്തം അവൻ ഇസ്രായേലിനെ ഉപേക്ഷിച്ച് കളയും. എന്നാറെ യൊരോബെയാമിന്റെ ഭാര്യ എഴുന്നേറ്റ് പുറപ്പെട്ട് തിർസയിൽ വന്നു. അവൾ അരമനയുടെ ഉമ്മരപ്പടി കിടക്കുമ്പോൾ കുട്ടി മരിച്ചു. യഹോവ തന്റെ ദാസനായ അഹിയാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അവർ അവനെ അടക്കം ചെയ്തു. ഇസ്രായേലൊക്കെയും അവനെക്കുറിച്ച് വിലാപം കഴിച്ചു. യൊരോബെയാം യുദ്ധം ചെയ്തതും രാജ്യം പണിതുമായ അവന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യൊരോബെയാം വാണകാലം 22 സംവത്സരമായിരുന്നു. അവൻ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ നാദാബ് അവന് പകരം രാജാവായി. ശലോമോന്റെ മകനായ രഹബെയാം യഹൂദയിൽ വാണു. രഹബെയാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 41 വയസ്സായിരുന്നു. യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുത്ത നഗരമായ യെരൂശലേമിൽ അവൻ 17 സംവത്സരം വാണു. അമ്മോന്യ സ്ത്രീയായ അവന്റെ അമ്മയ്ക്ക് നയമ എന്നു പേർ. യഹൂദ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ ചെയ്ത പാപങ്ങൾ കൊണ്ട് അവരുടെ പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ അധികം അവരെ ക്രുദ്ധിപ്പിച്ചു. എങ്ങനെയെന്നാൽ അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചമരത്തിന് കീഴിലൊക്കെയും പൂജാഗിരികളും സ്തംഭവിഗ്രഹങ്ങളും അശേര പ്രതിഷ്ഠകളും ഉണ്ടാക്കി. പുരുഷമൈഥുനക്കാരും ദേശത്തുണ്ടായിരുന്നു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ സകല മ്ലേച്ഛതകളും അവർ അനുകരിച്ചു. എന്നാൽ റഹബെയാം രാജാവിന്റെ 5-ാം ആണ്ടിൽ മിസ്രയീം രാജാവായ ശീശയ്ക്ക് യെരൂശലേമിന് നേരെ വന്നു. യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും എല്ലാം കവർന്നു. അവൻ ആ സകലം കവർന്നു. ശലോമോൻ ഉണ്ടാക്കിയ പൊൻപരിചകളും എടുത്തുകൊണ്ടുപോയി.
ഇവയ്ക്ക് പകരം രെഹോബെയാം രാജാവ് താമ്രം കൊണ്ട് പരിചകളുണ്ടാക്കി രാജധാനിയുടെ വാതിൽ കാക്കുന്ന അകമ്പടി നായകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. രാജാവ് യഹോവയുടെ ആലയത്തിൽ ചെല്ലുമ്പോൾ അകമ്പടികൾ അവയെ ധരിക്കുകയും പിന്നെ അകമ്പടികളുടെ അറയിൽ തിരികെ കൊണ്ടുചെന്ന് വെക്കുകയും ചെയ്യും. രെഹബെയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. രെഹബെയാമിനും യൊരോബെയാമിനും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. രെഹബെയാം തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ പിതാക്കന്മാരോട് കൂടെ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അമ്മോന്യ സ്ത്രീയായ അവൻ്റെ അമ്മയ്ക്ക് നയമ എന്നു പേർ. അവൻ്റെ മകനായ അബിയാം അവന് പകരം രാജാവായി.